PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാനായിട്ടിരിക്കാൻ. നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടതാണല്ലോ അല്ലേ? അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചോളാം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചേക്കുക. LDCക്ക് ആണെങ്കിലും LGSനാണെങ്കിലും ഒരുപോലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കാലത്ത് 10 മണിക്കായിരിക്കും നമുക്ക് ആദ്യത്തെ ക്ലാസ് വരുന്നത്. GK പോർഷൻസ് കാലത്ത് 10 മണിക്കും, ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഉച്ചയ്ക്ക് 1 മണിക്ക് വരിക. രാത്രി 8 മണിക്ക് നമുക്ക് എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ വീക്ക്ലി വൺസ് നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ലൈവായിട്ട് റിവിഷനും കൂടെ ചെയ്യുന്നുണ്ട് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ പോലും മിസ്സാവാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്യുക. കാരണം LDC LGS ക്ലാസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സിനെ കുറിച്ചും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് നൽകുക. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോട്ട് റെഡിയാക്കണേ. ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഭാഗം ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. എന്തുകൊണ്ടാണ് ആദ്യം പഠിക്കേണ്ട ഭാഗമാണെന്ന് പറഞ്ഞത്? നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന് സ്വന്തമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിന് സ്വന്തമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നതായിരുന്നു. അപ്പോൾ അതിനു മുൻപ് നമ്മളൊരു സമ്മേളനം പഠിച്ചിട്ടുണ്ടായിരുന്നു. 1929 ലാഹോർ സമ്മേളനം അല്ലെ? PSC പരീക്ഷയിലെ സ്ഥിരം സാന്നിധ്യമാണ്. 1929 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സമ്മേളനം ഏതാശയമാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്? പൂർണ്ണ സ്വരാജ് അല്ലെ? പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം പ്രഖ്യാപിച്ച INC സമ്മേളനമായിരുന്നു 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനം. എന്നാൽ ഇന്ത്യക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഒരു ഭരണഘടനയാണ് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് MN റോയ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, PSC പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇന്ത്യക്ക് ആവശ്യം സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഒരു ഭരണഘടനയാണ് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? MN റോയ്. അപ്പോൾ MN റോയിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് വയ്ക്കണം. PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ MN റോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഒന്ന്, നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യക്ക് ആവശ്യമായത് ഒരു ഭരണഘടനയാണ് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ച വ്യക്തിയാണ് MN റോയ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന് കാരണമായ വ്യക്തി കൂടിയാണ് MN റോയ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന് കാരണമായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതും MN റോയ് ആണ്. അതുപോലെ തന്നെ പീപ്പിൾസ് പ്ലാൻ, അതായത് ജനകീയ ആസൂത്രണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? MN റോയ് തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയാണ് ആവശ്യമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന് കാരണമായ വ്യക്തിയാണ് MN റോയ്. ജനകീയ ആസൂത്രണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? MN റോയ്. അപ്പോൾ അത് MN റോയിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ദൗത്യം ഒരു ഭരണഘടന ഇന്ത്യക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് രൂപീകരിക്കുക എന്നതായിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏത് എന്ന് ചോദിക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? അത് ഫെയ്സ്പൂർ സമ്മേളനമാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയ്സ്പൂർ സമ്മേളനം വർഷം 1936-37 നടന്ന ഫെയ്സ്പൂർ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആര് തന്നെയായിരുന്നു? ജവഹർലാൽ നെഹ്റു. നമ്മൾ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ഫെയ്സ്പൂർ സമ്മേളനത്തിന്റെയും അധ്യക്ഷൻ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച INC സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ബോംബെ സമ്മേളനമാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് 1935. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഫെയ്സ്പൂർ സമ്മേളനമാണ്. 1936-37 ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി കോൺഗ്രസിന്റെ ആവശ്യത്തിന് ബ്രിട്ടീഷുകാർ അംഗീകാരം നൽകുന്നത് എപ്പോഴാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഈ പറയുന്ന INC സമ്മേളനങ്ങളെല്ലാം ആ ഒരു ആശയം മുന്നോട്ട് വെച്ചു അല്ലെ. ബോംബെ സമ്മേളനത്തിലും ഫെയ്സ്പൂർ സമ്മേളനത്തിലുമെല്ലാം ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. അത് ബ്രിട്ടീഷുകാർ അതിന് അംഗീകാരം നൽകിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ PSC ചോദിക്കുന്ന ചോദ്യമാണ്. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ്. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി കോൺഗ്രസിന്റെ ആവശ്യത്തിന് ബ്രിട്ടീഷുകാർ ഒരു അംഗീകാരം നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ലിൻ ലിത്ഗോ പ്രഭു ആണ് കേട്ടോ. ലിൻ ലിത്ഗോ പ്രഭു ആണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി കോൺഗ്രസിന്റെ ആവശ്യത്തിന് ബ്രിട്ടീഷുകാർ അംഗീകാരം നൽകുന്നത് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ്. ആ പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ലിൻ ലിത്ഗോ പ്രഭു. പക്ഷേ ഇങ്ങനെ INCയിൽ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വച്ചുവെങ്കിലും ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടീഷുകാർ അംഗീകാരം നൽകിയെങ്കിലും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഒരു ആശയം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു അല്ലെ. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം വന്നതോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുന്നതും അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും നടക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അദ്ദേഹം ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരെ നമ്മുടെ ഇന്ത്യയിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സംഘത്തെയാണ് നമ്മൾ പറയുന്ന ക്യാബിനറ്റ് മിഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ PSC പരീക്ഷകളിൽ പഠിക്കുന്ന സമയത്ത് പറയും ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്നുള്ളത് അല്ലെ. അപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ക്ലെമന്റ് ആറ്റ്ലി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള 3 മന്ത്രിമാരെ 3 അംഗങ്ങളെ എന്ത് ചെയ്യുവാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ആ 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അല്ലെങ്കിൽ ക്ലെമന്റ് ആറ്റ്ലി ആ പറയുന്ന സംഘത്തെ നിയോഗിച്ചത്, ക്യാബിനറ്റ് മിഷനെ നിയോഗിച്ചത് 1946-ലാണ്. 1946-ലാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നത്, ക്യാബിനറ്റ് മിഷനെ നിയോഗിക്കുന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ, അതായത് ആ 3 അംഗ സമിതി നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്ന വർഷമാണ് 1946. വിത്ത് ഡേറ്റ് തന്നെ പഠിക്കണം, മാർച്ച് 24. ക്ലെമന്റ് ആറ്റ്ലി അയച്ചിട്ടുള്ള ആ 3 അംഗ സമിതി ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് 1946 മാർച്ച് 24. അങ്ങനെ അവര് ഇന്ത്യ സന്ദർശിച്ചു. അപ്പൊ ആരൊക്കെയാണ് ഈ 3 അംഗ സമിതി അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ ചോദിക്കാം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര്, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ അംഗം ആരാണ്? പെത്വിക് ലോറൻസ്. ആദ്യത്തെ ആൾ ആരാണ്? പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷനിലെ ആദ്യത്തെ അംഗം. അദ്ദേഹമാണ് ക്യാബിനറ്റ് മിഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷന്റെ ചെയർപേഴ്സൺ ആരാണ്? പെത്വിക് ലോറൻസ്. ഇനി രണ്ടാമത്തെ അംഗമാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് കേട്ടോ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇനി മൂന്നാമത്തെ അംഗമാണ് AV അലക്സാണ്ടർ. AV അലക്സാണ്ടർ. ഓക്കെ, അപ്പൊ പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഒന്നുകൂടെ പറഞ്ഞേ, പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അതിൽ അധ്യക്ഷൻ ആരാ? പെത്വിക് ലോറൻസ്. അധ്യക്ഷൻ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചു എന്ന് പറഞ്ഞല്ലേ, ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24 നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചു. ആ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? അത് വേവൽ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24 ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ആരാണ്? വേവൽ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷമാണ് 1946 ഡിസംബർ 6. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എത്രയാണ്? 1946 ഡിസംബർ 6. അങ്ങനെ രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം, ആദ്യത്തെ യോഗം ചേർന്ന വർഷം വിത്ത് ഡേറ്റ് തന്നെ രണ്ടും ചോദിക്കാറുണ്ട്. 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗം ചേരുന്നത്. അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാവുന്നത് 1946 ഡിസംബർ 6. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. ഭരണഘടന രൂപീകൃതമാവുന്നത് 1946 ഡിസംബർ 6. യോഗം ചേരുന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9. ഈ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? PSC ചോദിക്കാറുണ്ട് കേട്ടോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 207. ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207 പേർ. 207 പേരാണ് പങ്കെടുത്തത്. ആ പങ്കെടുത്തതിൽ 9 പേര് ആരായിരുന്നു? വനിതകളായിരുന്നു. ഓക്കെ, ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. അതിൽ 9 പേർ ആരായിരുന്നു? വനിതകളായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ 207 അംഗങ്ങൾ തന്നെ ആയിരുന്നോ ഉണ്ടായിരുന്നത്? അല്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആദ്യ യോഗത്തിൽ 207 പേർ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 389 അംഗങ്ങളായിരുന്നു. എത്രയാണ്? ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 389 അംഗങ്ങളാണ്. അതിൽ 17 പേർ മലയാളികൾ. 17 പേർ മലയാളികളാണ്. ആ മലയാളികളിൽ 3 പേർ വനിതകളാണ്. ഓക്കെ, 17 പേർ മലയാളികളാണ്, അതിൽ 3 പേർ വനിതകളാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ടോട്ടൽ വനിതകൾ എത്രയാണെന്ന് ചോദിച്ചാലും എത്രയാണ്?
17 വനിതകളാണ്. ഓക്കെ, ആ 17 വനിതകളിൽ ഈ 3 വനിതകൾ ഇവിടെ നമ്മൾ പറഞ്ഞു, മലയാളി വനിതകളുണ്ട്, ബാക്കി 14 വനിതകളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ടോട്ടലായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 അംഗങ്ങൾ. 389 അംഗങ്ങളിൽ 17 പേർ മലയാളികൾ, അതിൽ 3 പേർ വനിതകളാണ്. 14 പുരുഷന്മാരും 3 വനിതകളും ആയിരുന്നു. പിന്നെ വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ 17 വനിതകൾ, അതിൽ 3 പേർ മലയാളികൾ. ഓക്കെ, അപ്പൊ ആ മലയാളികളായത് എത്ര പേരാണ്? മലയാളികളായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ്? ആ മെമ്പേഴ്സ് ആരൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആകെയുള്ള അംഗങ്ങൾ നമ്മൾ പഠിച്ചു 389. എന്നാൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര പേരായിരുന്നു? 207 പേര്. അതിൽ എത്ര പേർ വനിതകളായിരുന്നു? 9 പേര്. കൺഫ്യൂഷൻ വേണ്ട. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ 389. അതിൽ മലയാളികൾ എത്ര? 17 പേർ. അതിൽ വനിതകൾ എത്ര? 3 പേർ. അതിൽ 3 പേര് മലയാളികളായിരുന്നു. മലയാളികളിൽ 3 പേർ വനിതകളായിരുന്നു. 17 പേർ വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേർ നമ്മൾ പറഞ്ഞ 3 വനിതകളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. ഓക്കെ, 17 മലയാളികളുണ്ട്, അതിൽ 3 പേർ വനിതകളാണ്. അതുപോലെ 17 വനിതകളുണ്ട്, അതിൽ നമ്മൾ ഈ പറഞ്ഞ 3 വനിതകളും കൂടെ ഉൾപ്പെടും കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ ആദ്യമായിട്ട് അഭിസംബോധന, ഈ പറയുന്ന ആദ്യ സമ്മേളനം നടന്നപ്പോൾ 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ JB കൃപലാനി. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യത്തെ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗത്തിൽ ആദ്യമായി സംസാരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? JB കൃപലാനിയാണ്. അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? JB കൃപലാനിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ സമ്മേളനം ചേർന്നു എന്ന് പറഞ്ഞു അല്ലെ, 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം ചേർന്നു. അങ്ങനെ ആദ്യത്തെ സമ്മേളനം ചേരുന്ന സമയത്ത് അവിടെ ഒരു അധ്യക്ഷൻ വേണമല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ചേരുന്ന ഈ സമ്മേളനത്തിന് ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും അതൊരു താൽക്കാലിക പോസ്റ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിന്റെ അധ്യക്ഷൻ എന്നും അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആര് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷം 1946 ഡിസംബർ 11 നമ്മളൊരു സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. അദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്? 1946 ഡിസംബർ 11. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 നടക്കുമ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് അദ്ദേഹമാണ് താൽക്കാലിക അധ്യക്ഷൻ. അതിനുശേഷം 1946 ഡിസംബർ 11 നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. അദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ താൽക്കാലിക അധ്യക്ഷനായി, സ്ഥിരം അധ്യക്ഷനായി. ഇനി താൽക്കാലിക ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നില്ലേ അല്ലെ? ആ ഒരു യോഗത്തിൽ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു താൽക്കാലിക ഉപാധ്യക്ഷൻ കൂടി ഉണ്ടായിരിക്കും. അപ്പൊ താൽക്കാലിക ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക് ആന്റണി ആയിരുന്നു. ഫ്രാങ്ക് ആന്റണി. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഫ്രാങ്ക് ആന്റണി. അപ്പൊ അവരെന്താണ്? ഒരു സ്ഥിരം അധ്യക്ഷനും വേണം, ഒരു സ്ഥിരം ഉപാധ്യക്ഷനും വേണം അല്ലെ. അപ്പൊ താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി ആണെന്ന് പറഞ്ഞു. താൽക്കാലികമല്ലാതെ സ്ഥിരമായിട്ടുള്ള ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 2 പേരുണ്ട്. HC മുഖർജി. HC മുഖർജി, അതുപോലെ VT കൃഷ്ണമാചാരി. VT കൃഷ്ണമാചാരി എന്നിവരായിരുന്നു സ്ഥിരം ഉപാധ്യക്ഷന്മാർ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക ഉപാധ്യക്ഷൻ ആരാ? ഫ്രാങ്ക് ആന്റണി. സ്ഥിരം ഉപാധ്യക്ഷന്മാരാരാ? HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. കിട്ടിയല്ലോ. ഇനി നമ്മുടെ
ഭരണഘടനാ നിർമ്മാണ സമിതിയെ എല്ലാ കാര്യങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലെല്ലാം ഉപദേശം നൽകാനായിട്ട് ഒരാളുണ്ടായിരുന്നു, നിയമോപദേഷ്ടാവ് എന്ന് പറയും അല്ലെ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് പല കാര്യങ്ങളും നിർദ്ദേശിക്കാനും നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകാനായിട്ട് ഒരു നിയമോപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആര്? BN റാവു. BN റാവു ആണ് കേട്ടോ. MN റോയും BN റാവുവും കൂടെ മാറിപ്പോകരുത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ്? അത് BN റാവു ആണ്. BN റാവു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ അംഗങ്ങൾ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 389 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ 17 മലയാളികൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, 17 വനിതകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലും രണ്ടിലും കോമൺ ആയിട്ട് 3 വനിതകൾ മലയാളികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, 17 മലയാളികൾ, 17 വനിതകൾ. അതിൽ 3 വനിതകൾ മലയാളികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപുള്ള കാര്യമാണ്. ഇന്ത്യ വിഭജിച്ച സമയത്ത് ഈ ടോട്ടൽ 389 എന്ന് പറയുന്ന നമ്പർ മാറിയിട്ട് 299 അംഗങ്ങളായി ടോട്ടലായിട്ട്. വനിതകളുടെ എണ്ണമാണെങ്കിൽ 15 ആയിട്ട് മാറി. ഇന്ത്യ വിഭജനം കഴിഞ്ഞതിന് ശേഷം 299 അംഗങ്ങൾ ടോട്ടലായിട്ടും 15 വനിതകളുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവരാരൊക്കെയാണ് വനിതകൾ എന്നുള്ളത് നമ്മൾ വഴിയെ പറയും. അപ്പൊ ആദ്യം നമ്മൾ ഈ 17 മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 17 മലയാളികൾ ആരൊക്കെയാണ്? അപ്പൊ അത് ഓരോ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ആദ്യം തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം എ താണുപിള്ള. ആദ്യത്തെ ആളാരാണ്? പട്ടം എ താണുപിള്ള. ദെൻ ആർ ശങ്കർ. PS നടരാജ പിള്ള. KA മുഹമ്മദ്. PT ചാക്കോ. ഇത്രയും പേരാണ് തിരുവിതാംകൂറിൽ നിന്നുമുള്ള അംഗങ്ങൾ. ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഇത്രയും പേർ തിരുവിതാംകൂറിൽ നിന്നുമുള്ള മലയാളി അംഗങ്ങളായിരുന്നു. ഇനി കൊച്ചിയിൽ നിന്നും ആരാണ്? കൊച്ചിയിൽ നിന്നുമുള്ള മലയാളി എന്ന് പറയുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിൽ നിന്നുമുള്ള മലയാളി. ദെൻ മദ്രാസിൽ നിന്നുമുള്ള മലയാളികൾ ആരൊക്കെ? ഒന്ന് K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, അതുപോലെ KTM മുഹമ്മദ് ഇബ്രാഹിം. നെക്സ്റ്റ് AK മേനോൻ, B പോക്കർ, അബ്ദുൾ സത്താർ ഹാജി, അതുപോലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇത്രയും പേരാണ് മദ്രാസിൽ നിന്നുള്ള മലയാളികൾ. ആരൊക്കെയാണ്? K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിവർ. ഇനി ഒരാളും കൂടെയുണ്ട് യുണൈറ്റഡ് പ്രൊവിൻസ് ഇപ്പോഴത്തെ UP. ഓക്കെ, അപ്പൊ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള ആളാരായിരുന്നു? ഡോക്ടർ ജോൺ മത്തായി. എപ്പോഴും ചോദിക്കുന്നതാണ് ഡോക്ടർ ജോൺ മത്തായി. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തിരുവിതാംകൂറും കൊച്ചിയും UPയുമാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന വ്യക്തികൾ കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളികൾ ആരൊക്കെയാ പറഞ്ഞോളൂ? പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്ന് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. UPയിൽ നിന്ന് ആരാണ്? യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി. മദ്രാസിൽ നിന്നുള്ളവർ K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, AK മേനോൻ, B പോക്കർ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിവരാണ്.
ഓക്കെ, അപ്പൊ ഇതാണ് 17 മലയാളികൾ. അതിൽ 3 വനിതകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, 3 വനിതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ 3 വനിതകൾ ആരൊക്കെ? 3 വനിതകൾ ആരൊക്കെ? ആ 17 മലയാളികളിൽ 3 പേരെ നമ്മൾ പറഞ്ഞിട്ടില്ല, 14 പേരെ പറഞ്ഞിട്ടുള്ളൂ. 3 വനിതകൾ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ എവിടെ വരുന്നതാണ്? തിരുവിതാംകൂർ. അപ്പൊ നമ്മൾ തിരുവിതാംകൂറിൽ പഠിച്ച മലയാളികളുടെ കൂട്ടത്തിൽ ആരെയും കൂടെ കൂട്ടണം? ആനി മസ്ക്രീനെ കൂടെ കൂട്ടണം. നമ്മൾ മലയാളികളിൽ വനിതകളെ സെപ്പറേറ്റ് പറയുകയാണ്. അപ്പൊ 3 വനിതകളിൽ ഒന്ന് ആനി മസ്ക്രീൻ, തിരുവിതാംകൂർ ആണ്. ദെൻ അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥൻ മദ്രാസ് ആണ് കേട്ടോ, മദ്രാസ്. അമ്മു സ്വാമിനാഥൻ മദ്രാസ്. ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധൻ എവിടെന്നാ? മദ്രാസ് ആണ്. അപ്പൊ മദ്രാസിൽ നിന്നുള്ള 2 പേരെയും കൂടെ പഠിക്കണം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രീൻ എവിടെയാണ്? തിരുവിതാംകൂർ. ഓക്കെ, ഇപ്പൊ ഇവര് 3 പേരുമാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന 3 മലയാളി വനിതകൾ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രീൻ എവിടെയാ? തിരുവിതാംകൂർ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും എവിടെയാണ്? മദ്രാസിൽ നിന്നുള്ളവരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 വനിതകളെ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ടോട്ടലായിട്ട് 15 വനിതകളായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. 17 പോയിട്ട് എത്ര വനിതകളായി? ഇന്ത്യ വിഭജനത്തിന് ശേഷം 15 വനിതകളാണ് ടോട്ടലായിട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 15 വനിതകൾ ആരൊക്കെ? അതിൽ ആദ്യത്തെ 3 പേർ ഈ പറയുന്ന മലയാളികളാണ്. മലയാളികളായിട്ടുള്ള ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ 3 പേരായി അല്ലെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വനിതകളെയും കൂടെ പഠിക്കണം. ബാക്കി 15-ലെ 3 പേര് പോയി, ബാക്കി 12 പേര് ആരൊക്കെയാണ്? ഒന്ന് ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ. ഈ 15 വനിതകളിൽ ഈ 3 പേരെയും കൂടെ ഇവിടെ നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. ബീഗം ഐസ്വാസ് റസൂൽ. പിന്നെ വരുന്നത് ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖ്. ഹൻസ ജീവരാജ് മേത്ത. ഹൻസ ജീവരാജ് മേത്ത. ഹൻസ ജീവരാജ് മേത്ത. കമല ചൗധരി. കമല ചൗധരി. ലീല റോയ്. ലീല റോയ്. മാലതി ചൗധരി. മാലതി ചൗധരി. പൂർണിമ ബാനർജി. പൂർണിമ ബാനർജി. ദെൻ രാജകുമാരി അമൃത് കൗർ. രാജകുമാരി അമൃത് കൗർ. രേണുക റോയ്. രേണുക റോയ്. സരോജിനി നായിഡു. സരോജിനി നായിഡു. സുചേത കൃപലാനി. സുചേത കൃപലാനി. വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇവരാണ് ടോട്ടൽ 15 വനിതകൾ. ആരൊക്കെയാണ്? ആദ്യം 3 മലയാളി വനിതകൾ വരും. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. പിന്നെ ആരൊക്കെയാ? ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജകുമാരി അമൃത് കൗർ, രേണുക റോയ്, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇത്രയും പേരാണ് 15 വനിതകളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടന അങ്ങനെ എന്താണ് രൂപീകരിക്കാനായിട്ട്, ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ടോട്ടലായിട്ട് എത്ര ദിവസം എടുത്തു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് എടുത്ത സമയം ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം 11 മാസം 18 ദിവസമാണ് കേട്ടോ. 2 വർഷം 11 മാസം 18 ദിവസം, ചിലപ്പോൾ 17 ദിവസം എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 വർഷം 11 മാസം 18 ദിവസം അല്ലെങ്കിൽ 17 ദിവസം എന്നും കാണാറുണ്ട്. ഇനി ഇത്രയും സമയം എടുത്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞു. എത്ര സമ്മേളനങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കിയത് എത്ര സമ്മേളനങ്ങൾ കൊണ്ടാണ്? 11 സമ്മേളനങ്ങൾ. 11 സമ്മേളനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ? 165 ദിവസത്തിനുള്ളിൽ. എത്ര സമ്മേളനങ്ങൾ? 11 സമ്മേളനങ്ങൾ. 165 ദിവസത്തിനുള്ളിൽ നടന്ന 11 സമ്മേളനങ്ങളിലൂടെയാണ്
ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായത് എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം 18 ദിവസം അല്ലെങ്കിൽ 17 ദിവസമാണ് എടുത്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറയുന്ന എന്താണ് ഭരണഘടനാ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയാണ് ലക്ഷ്യപ്രമേയത്തിന്റെ കാര്യം പറയുന്നത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആശയം നമ്മുടെ ഇന്ത്യ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഭാരതം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ സങ്കല്പങ്ങളായിരുന്നു ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയത്തെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കുന്നത്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നത്. 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് വർഷങ്ങളും ഡേറ്റുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് റിവിഷൻ ചെയ്യണം കേട്ടോ. ഭരണഘടന പൊതുവേ എല്ലാവർക്കും കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റാണ്, എളുപ്പമാണ്. പക്ഷേ ആദ്യമായിട്ട് തുടക്കക്കാർക്കാണെങ്കിൽ വർഷവും ഡേറ്റൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോട്ട് റെഡിയാക്കിയിട്ട് ഇന്ന് തന്നെ പഠിക്കണം. ഇന്ന് തന്നെ നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കണം. ഇന്ന് തന്നെ ഒരു തവണ റിവിഷനും കൂടെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രി 8 മണിയുടെ ലൈവും കാണാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ. ബാക്കി എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്